സാധാരണക്കാരൻ വരുന്ന ഹോസ്പിറ്റലാണ്. ആ ഹോസ്പിറ്റലിനെ തകർക്കുവാൻ ഉള്ള ശ്രമമാണ്. എന്തുകൊണ്ട് HDC കൂടാത്തെ 2-3 വർഷമായി ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റി കൂടിയിട്ട് എന്നിട്ട് ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ അവിടെയുള്ള സകല പേഷ്യൻസിനെയും ഡിസ്ചാർജ് ചെയ്ത് വിടുക. ചരിത്രത്തിൽ കേട്ടിട്ടുണ്ടോ ഇങ്ങനൊരു സംഭവം? ഇതാണ് ഞങ്ങൾക്കിവിടെ ഉന്നയിക്കാനുള്ളത്. വലിയ വീഴ്ച ഹോസ്പിറ്റലിന്റെ ഭാഗത്ത്. ഈ രക്ഷാപ്രവർത്തനം വൈകി എന്നുള്ള ഒരു ആരോപണമാണ്. തീർച്ചയായിട്ടും വൈകി. എപ്പോഴാണ് സംഭവിച്ചത്? എപ്പോഴാണ് വന്നത്? നിങ്ങളെല്ലാം കണ്ടത്. നമ്മളെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. പലതവണ നമ്മൾ ആവശ്യപ്പെട്ടു. അതിനുശേഷം ആണിത് വന്നത് പോലും നമുക്കറിയാം. KBR ഇവിടുത്തെ ബിൽഡിംഗ് റൂൾസ് ആ വയലേഷനല്ലേ ഇവിടെ? അടിയന്തരമായി വരേണ്ട വാഹനങ്ങൾക്ക് വരാൻ സാധിക്കുന്നുണ്ടോ? അപ്പോൾ അതൊക്കെ പരിഗണിച്ച് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. ഇതൊരു കുറ്റപ്പെടുത്തലായിട്ട് കരുതണ്ട. പക്ഷേ ഇത് വിലയിരുത്തി മുന്നോട്ടുള്ള സാഹചര്യങ്ങൾ മാറ്റുവാൻ സർക്കാർ മനസ്സ് കാണിക്കണം. ഇവിടുത്തെ സാധാരണക്കാരന് വേണ്ടിയാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ രാഷ്ട്രീയം നോക്കണ്ട. ഇവിടുത്തെ പാവപ്പെട്ടവൻ ഇവിടെ വന്ന് ചികിത്സ തേടുന്ന സ്ഥലമാണ്. എന്നിട്ട് പറയാ ഒഴിഞ്ഞ കെട്ടിടം. എങ്ങനെ ഒഴിഞ്ഞ കെട്ടിടമാണെന്ന് ഞങ്ങൾ ആദ്യം ഒരു കുട്ടിയോട് സംസാരിച്ചു. കുട്ടി പറഞ്ഞു ഞങ്ങൾക്കിവിടെ ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് വീണത്. ഞാനിപ്പോൾ ഒരു അമ്മയെ കണ്ടു. അമ്മ കണ്ണുനീരാ. അമ്മയുടെ അമ്മ ഇവിടെ ആശുപത്രിയിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുക. ആ അമ്മ പറയുന്നത് ഞാൻ ഇറങ്ങിയതും ഇത് വീണെന്നാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ സർക്കാർ പറയാം ഒഴിഞ്ഞ സ്ഥലം. ഇവിടെ ഉണ്ടായിരുന്ന സകലരെയും അവിടെ കൊണ്ട് കിടത്തിയിട്ട് അവർക്ക് ഡിസ്ചാർജ് കൊടുത്തിരിക്കുന്നു. ഇതെന്ത് നയമാണ് സർക്കാരിന്? സർക്കാർ ആരോഗ്യമന്ത്രി ഇപ്പം ഞങ്ങൾക്ക് ഉത്തരം തരണം. ഈ വളരെ ലാഘവപൂർണ്ണമായിട്ടുള്ള ഒരു പ്രതികരണമാണ് മന്ത്രിമാരുടെ ഭാഗത്ത് നടക്കുന്നത്. ആദ്യഘട്ടം അല്ല, ഒറ്റപ്പെട്ട സംഭവമാണെന്നാണ് മന്ത്രി ഇപ്പൊ അവർക്ക് നേരിടുന്ന പ്രശ്നങ്ങൾ ലഘൂകരിക്കുവാനുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാരണവശാലും ഞങ്ങൾ അവരെ ഇതിന് ഉത്തരം പറഞ്ഞിട്ടേ വിടത്തുള്ളൂ. അല്ലാതെ ഞങ്ങൾ അനുവദിക്കത്തില്ല. ഈ രക്ഷാപ്രവർത്തനം നേരത്തെ തുടങ്ങിയിരുന്നെങ്കിൽ ആ സ്ത്രീയുടെ ജീവൻ ഒരുപക്ഷെ രക്ഷിക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ അതിനൊരു സാഹചര്യം ഒരുങ്ങുന്നില്ലല്ലോ. വണ്ടി കയറാൻ പോലുള്ള സാഹചര്യമില്ല. എല്ലാ റൂൾസ് ലംഘിച്ചുകൊണ്ടല്ലേ ഗവൺമെന്റ് സ്ഥാപനം എന്ന് പറഞ്ഞ് എന്തും ചെയ്യാമെന്നാണോ? മാത്രമല്ല ഇവിടുത്തെ എന്തിന്റെ പേരിലാണ് ഓപ്പറേഷൻ മാറ്റിവെക്കുന്നത്? ഇവിടെ ഒരു സംഭവം നടന്നു, ഓക്കെ. പക്ഷെ അതിന്റെ പേരിൽ ഓപ്പറേഷൻ മാറ്റിവെക്കുന്ന എന്ത് മനുഷ്യത്വമാണ്? രണ്ട് സംഭവങ്ങൾ നിങ്ങൾ പോയി സംസാരിച്ചു നോക്കണം. അവരോട് പറയുകയാണെന്ന് എല്ലാവരോടും പറഞ്ഞിരിക്കുക ഡിസ്ചാർജ്. ഞാൻ ചോദിക്കട്ടെ, രോഗം മാറാതെ എങ്ങനെ ഹോസ്പിറ്റൽ ഡിസ്ചാർജ് പറയുന്നു? ഇവിടെ ഒരു കെട്ടിടം തകർന്നതിന്റെ പേരിൽ അവരുടെ രോഗം മാറിയെന്നാണോ നമ്മൾ കൂട്ടുന്നത്? അത് ഈ സർക്കാരിന്റെ നയമാണ് കാണിക്കുന്നത്. സർക്കാർ അടിയന്തരമായി ഇതിനകത്ത് ഇടപെടണം. സർക്കാർ അറിയാതാണ് ഈ ഡിസ്ചാർജ് കൊടുത്തിരിക്കുന്നെങ്കിൽ അടിയന്തരമായി ഇടപെട്ട് ഇത് തടസ്സപ്പെടുത്തണം. ഒരു കാരണവശാലും അവരുടെ ചികിത്സ തീരാതെ വിടരുത്. ചികിത്സ തീർന്ന ആരെയും നമ്മൾ പറയുന്നില്ല. പക്ഷെ ചികിത്സ തീരാതെ ഈ ഒരു സംഭവം ഉണ്ടായതിന്റെ പേരിൽ സമ്മതിക്കത്തില്ല.